ഒന്ന് രണ്ട് ദിവസമായിട്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ 28-ാം തീയതി കൊച്ചി പനമ്പള്ളി ഞങ്ങളുടെ റോട്ടറി ക്ലബ് ഹാളിൽ വെച്ചിട്ട് കേരള പോപ്കോൺ എന്ന് പറയുന്ന ഒരു കോമിക് കോൺ ഫെസ്റ്റ് നടന്നിരുന്നു. ആൻഡ് പോപ്പ് കൾച്ചർ അങ്ങനെയുള്ള സീരീസ്, ആനിമേഷൻസ്, മൂവീസിനെയൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. നിങ്ങൾ പലരും ഈ ഒരു ഇവന്റിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇവന്റിൽ പങ്കെടുക്കുന്നത്. ആൻഡ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയായിരിക്കും സംഭവം, 10 to 6 ആണ് ടൈം എന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഈ ഒരു ടൈമിൽ എന്തൊക്കെയായിരിക്കും അവിടെ ഉണ്ടാവാന്നൊരു അത്ര ഐഡിയ അധികം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോ ഈ ഫോറിലൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ യൂട്യൂബിലൊക്കെ. ബട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്നൊന്ന് ഇറങ്ങാൻ പറ്റല്ലേ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം എന്തൊക്കെയാണോ ഞാൻ കണ്ടത്, എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു അവസ്ഥ. ആൻഡ് അവിടെയുള്ള ഒരുപാട് സംഭവങ്ങൾ, പ്രത്യേകിച്ച് പല സെഷൻസുകൾ, അല്ലെങ്കിൽ ഒരേ ടേസ്റ്റുള്ള പല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. കോസ്പ്ലേസ്, മെർച്ചൻഡൈസസ്, പലതരത്തിലുള്ള കോമിക്സ്. ഇപ്പൊ മലയാളത്തിലെ ഫസ്റ്റ് കോമിക്സ് ഏതൊക്കെ, അതല്ലെങ്കിൽ ഫാൻഡം കോമിക്സ്, ആനിംസ്, ഇപ്പൊ വൺ പീസ്, ഡെത്ത് നോട്ട് ആൻഡ് നറൂട്ടോ എന്ന് പറയേണ്ട, അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറയേണ്ട എൻഡ്ലെസ് ആനിംസിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റേഴ്സ്, ടീഷർട്സ്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ കീ ചെയിൻസ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയണ്ടേ, പെട്ടെന്ന് എവിടേക്ക് പോകണം എന്നുള്ള ഭയങ്കര ഒരു തന്നെയായിരുന്നു. ആൻഡ് പല ആൾക്കാരെയും കാണാൻ പറ്റി. ഇപ്പൊ അലംബൻസ് എന്ന് പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് അനന്തരാമൻ, റീലോഡ് മീഡിയയിലെ എബിൻ ചേട്ടനൊക്കെ കാണാൻ പറ്റി. ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്, ആൾ വീഡിയോസ് കാണാറുണ്ട്. എൻ്റെ ആളെ കണ്ട് സംസാരിക്കാൻ പറ്റി. ഇപ്പോ പാരൽസിൽ തന്നെ ഗഗനചാരി എന്ന് പറയുന്ന ഒരു മൂവി ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ഇവർ തന്നെയാണ്, ഈ പോപ്കോണിന്റെ ടീം തന്നെയാണ് ഇതിന്റെ ഒരു പ്രീമിയർ ഷോ ഒക്കെ സെറ്റ് ചെയ്തിരുന്നത്. നല്ല റിവ്യൂസ് ആണ് കേട്ടിരുന്നത്. മാർച്ചിൽ ഇവിടെ റിലീസാണ്. അവരുടെ ആ ഒരു പാനൽ ഉണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് തന്നെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം വളരെ ഗംഭീരമാക്കിയിട്ടുള്ള മോഹൻദാസ് സാർ, അതായത് മായാവി, ലുട്ടാപ്പി, കബീഷ്, മാജിക് മാലു, ഇതിന്റെ ഒക്കെ ആ ഒരു ക്രിയേറ്റർ, ആ ഒരു ആർട്ടിസ്റ്റ്, ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ വരച്ചിരുന്ന അദ്ദേഹത്തിനെ പരിചയപ്പെടാനും പറ്റി. അദ്ദേഹത്തിന്റെ ആ ഒരു സെഷൻസ്. ആൻഡ് ഷാബി കരുവാറ്റ എന്ന് പറയുന്ന സാറ്, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ പാനൽസ് ആൻഡ് ലൈവായിട്ട് ലുട്ടാപ്പീനെയും കബീഷിനെയും ഒക്കെ ഇങ്ങനെ വരച്ചിട്ട് ഭയങ്കര ഒരു നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് റീക്രിയേറ്റ് ചെയ്ത ഒരു അവസ്ഥയായിരുന്നു കണ്ടിരുന്നത്. ആൻഡ് ഒരുപാട് പേരുടെ ആ ഒരു ഡബിങ്ങുകൾ ഉണ്ടായിരുന്നു. ടോം ഹോളണ്ടിനെയൊക്കെ ഡബ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിരുന്നു. കിടിലനായിട്ട് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു പെർഫോമൻസ്. ആൻഡ് അതുപോലെ തന്നെ ഒരു ലൈവ് ആനിംസിൻ ഡബ് ചെയ്തൊരു ടീം ഉണ്ടായിരുന്നു. ജീവൻ, അതുപോലുള്ള കുറച്ച് പേരായിരുന്നു. ജീവനായിരുന്നു അതിന്റെ ഒരു ഡബിങ് ഒക്കെ ചെയ്തിരുന്നത്. എൻ്റെ ആളുടെ തന്നെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അറ്റാക്ക് ഓൺ ടൈറ്റനിലത്തെ ഒരു സീനായിരുന്നു ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആനിം അത്ര ഡെപ്ത് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ഡബിങ് സെഷൻ ലൈവായിട്ട് മലയാളത്തിൽ അവർ ആ സീൻ ഡബ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാൻ ലൈഫിൽ മറക്കില്ല. കാരണം ആ ഒരു മൊമെന്റിൽ ഞാൻ തീരുമാനിച്ചു എന്തായാലും ആനിമ ഒന്നുകൂടി കുറെ കൂടി ഡെപ്ത് ആയിട്ട് കണ്ടു തുടങ്ങണത്. ആൻഡ് എന്താ പറയണ്ട, 6-6:30 മണി വരെ എനിക്ക് എങ്ങനെ സമയം പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം ഓരോ സെഷൻസിലും വളരെയധികം ഇരുന്ന് കണ്ടുപോവാണ് ചെയ്തത്. അത്രയും വെൽ കോർഡിനേഷൻ ആണ് ഇതിന്റെ മൊത്തം ടീമിനോട്. കാരണം ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാവരോടും, കോമിക് മന്ത്ര ഉൾപ്പെടെയുള്ള ചാനൽസിനോടൊക്കെ ഞാൻ എൻ്റെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ഒരു നല്ലൊരു മൊമെന്റ് ഞാൻ ശരിക്കും മിസ് ചെയ്തേനെ. ആൻഡ് അവിടെയുള്ള പല ആൾക്കാരും ഇപ്പൊ പാനൽസിൽ തന്നെ, അത് കഴിഞ്ഞിട്ട് വിസ്പേഴ്സ് ഓഫ് ദ ലോസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. ഒരു ജാപ്പനീസ് സാമുറായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അതിനെ കുറിച്ചിട്ടുള്ള അവരുടെ ടീസറും ആൻഡ് അവരുടെ മ്യൂസിക്കൽ വീഡിയോ ഒക്കെ ചെയ്തു. ആൻഡ് ഓൾ ദ ബെസ്റ്റ്, കിഡിലനായിട്ടുള്ള ഒരു വർക്ക് തന്നെ ആവട്ടെ. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഇമ്മച്ചിമ്മാതെ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. 0 ബഡ്ജറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന്റെയും ഒരു ഇത് സംഭവം കണ്ടു. ആൻഡ് കാന്തമല ചരിതം എന്ന് പറഞ്ഞൊരു ബുക്കിന്റെ റൈറ്റേഴ്സ് വന്നിട്ട് അവരുടെ ഒരു ഇത് സംസാരിച്ചിരുന്നു. ഇങ്ങനെ പല ആളുകൾ വന്നിട്ട് അവരവരുടേതായിട്ടുള്ള തോട്ട്സ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ ആളുകൾ സെയിം ലൈക്സോട് കൂടിയിട്ട് വരുന്നുണ്ട്, അവരെയൊക്കെ കൂടുതൽ പരിചയപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയായി. ആൻഡ് എനിക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റി. ഇതിപ്പോൾ അവിടുന്ന് മേടിച്ച ഒരു സ്പൈഡർവേഴ്സിന്റെ ആ ഒരു വർക്കാണ്. കിഡിലനായിരുന്നു ഈ സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമ്മളെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വർക്കാണിത്. ആൻഡ് അതുപോലെ തന്നെ ബാറ്റ്മാനെ, എന്താ പറയാ, കാർലോ എന്ന് പറയുന്ന ഒരു റൈറ്റർ നാടൻ ബാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ആളെ തന്നെ ബാറ്റ്മാനായിട്ട് ചിത്രീകരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഡേ ടു ഡേ ലൈഫിൽ. ജസ്റ്റ് വായിച്ചു തുടങ്ങണം, കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് പിന്നെ സ്റ്റിക്കേഴ്സ്, പേപ്പർ മാൻഷന്റെ, കടലാസ് മാൻഷന്റെ ഒരു ഹേ പ്രഭു എന്ന് പറഞ്ഞിട്ടുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള റീസെന്റ് സംഭവങ്ങളെ കുറിച്ചിട്ട്. പിന്നെ ഇല്ല, അവിടെ പരിചയപ്പെട്ട ആൾക്കാരാണ് ആർട്ട് വിത്ത് മഹി. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, കുറെ വർക്ക്സ് ആള് ചെയ്യുന്നുണ്ട്. ആൻഡ് അതൊക്കെ നല്ല എന്താ പറയാ, ആ ഒരു പ്രിന്റിങ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാറ്റ്മാന്റെ മാസ്ക് ആൻഡ് ഈവൻ എന്താ പറയാ, കുറെ റീസെന്റ് വർക്ക്സ്, ഡെയർ ഡെവിളിന്റെ മാസ്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. തോറിന്റെ ഹാമർ, അതൊക്കെ കാണാൻ പറ്റി. നല്ല കിടിലം വർക്കായിട്ട് ബ്രോ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ആൻഡ് കുറെ പേര്, കടലാസ് മാൻഷനെ ഞാൻ അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു, അവരുടെ ഒരു യൂട്യൂബ് ചാനൽ കാർഡ്സ് അവിടെ നിന്ന് കിട്ടി. ആൻഡ് ഇത് കുറച്ച് വർക്ക്സ് ആണ്. അഭിജിത്ത് സ്കെച്ച് എന്ന് പറയുന്ന ആള് ചെയ്തിട്ടുള്ളതായിരുന്നു. ആൻഡ് മിന്നൽ മുരളി, ആൻഡ് അതുപോലെ ഫ്ലാഷിന്റെയും പിന്നെ ബാറ്റ്മാന്റെയും. ആൻഡ് ബാറ്റ്മാൻ അല്ല, ഇത് വേറെ ഇതാണ്.
ആൻഡ് അതുപോലെ തന്നെ ബാറ്റ്മാൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആള്. ആൻഡ് കിടിലനായിട്ടുള്ള എല്ലാ വർക്കും ഉണ്ട് ബ്രോ. ആൻഡ് മിന്നൽ മുരളിയുടെ ഒരു കോമിക്സ് കൂടി അതിലുണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ട് ഞാൻ വാങ്ങിച്ച കുറച്ച് ബുക്സ് ആയിരുന്നു പെൻ ട്രാവലർ കോമിക് ബൈ ബ്രിട്ടോ അഗസ്റ്റസ്. അദ്ദേഹത്തിന്റെ ഒരു യാത്രയാണ് കൊച്ചി ടു ഗുജറാത്ത്, അവിടെ നിന്നുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയപ്പോൾ കണ്ട വേരിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒന്ന് വായിച്ചു നോക്കണം എന്തായാലും, കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഇതൊരു 2 ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് ഇത് ചെയ്തിട്ടുണ്ട്, എന്തായാലും ഇതൊന്ന് വായിച്ചു നോക്കണം. പെട്ടെന്ന് റൈറ്ററുടെ പേര് ഞാൻ മറന്നുപോയി. ആൻഡ് കൈപ്പുഴ തമ്പ എന്ന് പറയുന്ന ഒരു കോമിക്സ്, മാസ്റ്റർ ഓഫ് ഇലൂഷൻസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു കോമിക്സിന്റെ അവിടെ കാണാൻ പറ്റി, ടൈഗർ കോമിക്സിന്റെ അവിടെ കാണാനായിട്ട് പറ്റി. ആൻഡ് ആനിംസിന്റെ ഇടയിലുള്ള ഡെത്ത് നോട്ട് ആരും മറക്കാൻ ചാൻസ് ഇല്ല. ഒരു നോട്ട്ബുക്ക് ഞാനും ഇങ്ങോട്ട് വാങ്ങി, ഞാൻ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് എടുത്തു. അതായിരുന്നു മെയിൻ ആയിട്ട്. ആൻഡ് ഈ ഐറ്റത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടാവും, സ്കോയിഡോ അല്ലേ, സ്കോയിഡോ പോക്കിമോൺ. ആൻഡ് ഇത് കണ്ടപ്പോൾ വളരെ ക്യൂട്ടായിട്ട് തോന്നി, ആ ഒരു നൊസ്റ്റൂലേക്ക് തന്നെ കൊണ്ടുപോയി. സോ അതിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചു. ആൻഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. ആൻഡ് ഭൂതം എന്ന് പറയുന്ന ഒരു ബുക്കിന്റെ വർക്ക് ഞാൻ അവിടെ കണ്ടു. ആൻഡ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റി. തബ്ഷീർ എന്നായിരുന്നു പേര്. ആൻഡ് അദ്ദേഹത്തിന്റെ ബുക്സിന്റെ ഒരു 3 വോളിയൂംസ് ഉണ്ടായിരുന്നു. ഞാൻ പോസ്റ്റർ ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ആളോട് സംസാരിച്ചിരുന്നു. ആൻഡ് വായിക്കാൻ പറ്റി. അപ്പൊ ഇതൊക്കെയായിരുന്നു എനിക്ക് അവിടെ പോയപ്പോൾ കാണാൻ പറ്റിയ കാഴ്ചകളും കുറച്ച് സംഭവങ്ങൾ, എന്റെ ഓർമ്മകളിലേക്ക് കുറച്ച് സംഭവങ്ങളെ കൊണ്ടുവന്നത്. എന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ ടൊവിനോന്റെ ഒരു ഫാന്റസി മൂവി റിലീസ് ആവാൻ പോകുന്നത്, അതിന്റെ ഒരു ടീസറൊക്കെ ഇറങ്ങിയിരുന്നു. ഭയങ്കര ഹോപ്പുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ആൻഡ് അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജിതിൻ ലാൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ആ സിനിമയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ തോട്ട്സ്, ആ സിനിമയുടെ മേക്കിങ്ങിലേക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയത്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫാന്റസി അല്ലെങ്കിൽ നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയായിരിക്കും പടം പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു അത്രയും കോൺഫിഡൻസ് അദ്ദേഹത്തിന് ആ ഒരു സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു വർക്കിൽ ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റി. ആൻഡ് ഇതിന്റെ ആ ഒരു ടീസർ അവിടെ കാണിച്ചിരുന്നു. ആൻഡ് എസ്പെഷ്യലി 3D ടീസർ കൂടി അവിടെ വെച്ച് കാണാൻ പറ്റിയിരുന്നു. ആൻഡ് ഒന്നും പറയാനില്ല, അതിലത്തെ 3D എഫക്റ്റ് ഒക്കെ ശരിക്കും നല്ല പണി എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമ എന്തായാലും വൺ ഓഫ് ദ ബെസ്റ്റ് 3D എക്സ്പീരിയൻസസ് തന്നെയാവും ഇപ്പോൾ ഈ റീസെന്റ് ടൈംസിൽ മലയാളത്തിൽ വരാൻ പോകുന്നത്. ഒരുപാട് പോസിബിലിറ്റീസ് ഈ സിനിമ ഇനിയും ഓഫർ ചെയ്യട്ടെ. കാരണം എന്താണോ ഈ സിനിമയിൽ ഓഫർ അവർ കരുതി വെച്ചിട്ടുള്ളത് അത് നല്ല പക്കയായിട്ട് തന്നെ ഡെലിവർ ചെയ്യാൻ പറ്റട്ടെ. അതിനെ കുറിച്ചിട്ടുള്ള പലതും ആൻഡ് ഈവൻ ഐമാക്സിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് എബ്രോഡിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ സെറ്റ് ആവട്ടെ. അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ഇവർ പ്രീ വിഷ്വലൈസേഷന്റെ ആ ഒരു കൺസെപ്റ്റും അവരൊക്കെ അവിടെ വെച്ച് കാണിച്ചിരുന്നു. ടീസറിലത്തെ ഒരു ഷോട്ട് അവരെങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്തത്, ആൻഡ് അൺറിയൽ എഞ്ചിൻ വെച്ചിട്ട് അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, ആൻഡ് ഫൈനൽ ഔട്ട്പുട്ട് ടീസറിൽ എങ്ങനെയാണ് വന്നത്, ഇതൊക്കെ വേർതിരിച്ച് കാണിച്ചു തന്നു. ആൻഡ് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രീം എന്താണ്, എങ്ങനെ ഇത് ഓഡിയൻസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് അവിടെ വെച്ചിട്ട് അറിയാൻ പറ്റി. ആൻഡ് ആ ഒരു പാനൽ ഞാൻ വളരെയധികം നോക്കി കണ്ടിരുന്ന ഒരു പാനലായിരുന്നു. ആൻഡ് അത് വളരെ കിഡിലായിട്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ആയി. ആ 3D ടീസർ വിചാരിക്കാത്ത ഒന്ന് തന്നെയായിരുന്നു. ആൻഡ് അത് ശരിക്കും എനിക്ക് ഈ ഒരു മൊത്തം പാനലുകൾ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. ആൻഡ് ഇനിയും ഇതുപോലുള്ള ഈവെന്റ്സ് എനിക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് കേരള പോപ്കോണിന്റെ കോർഡിനേറ്റേഴ്സിനോട് ഒന്നേ പറയുള്ളൂ, ജസ്റ്റ് കീപ് മൂവിങ്. ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കിലുണ്ട്. കോമിക് മന്ത്ര ചാനലിനോടും എനിക്ക് അതേ പറയാനുള്ളൂ, ഇതുപോലുള്ള ഈവെന്റ്സ് ഇനിയും അറ്റൻഡ് ചെയ്ത് ഒരുപാട് പേരെ കാണാനും അവരുടെ ഒപ്പം ഈ ഒരു എക്സ്പീരിയൻസസ് ഇനിയും ഷെയർ ചെയ്യാനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സോ ഇതുപോലുള്ള ഈവെന്റ്സിനെ കാത്തിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് കേരള പോപ്കോണിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസുകൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ